മണിയായി. ഒറ്റൊന്നും എണീറ്റിട്ടില്ല. സ്കൂളുണ്ട് എന്നുള്ള ഒരു ഓർമ്മയില്ല. പിള്ളേരെ വേഗം എണീറ്റ, ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചട്ടുകടുത്ത് വരും. ഒരു മറുപടി ഇല്ലല്ലോ. എണീക്കണ ലക്ഷണമല്ല. ചട്ടുകം തന്നെ വേണ്ടി വരും. അത് ശരി, എല്ലാരും ഉണർന്നിരിക്കാണല്ലേ. എന്നിട്ടാണല്ലേ ഞാൻ വിളിച്ചിട്ട് മിണ്ടാത്തത്. ഒക്കത്തിന് ഓരോന്ന് തരാൻ വരികയെന്ന് ഞാൻ. അത് ഞങ്ങൾക്ക് അറിയാം. ഇങ്ങള് തല്ലാനൊരു അവസരം കാത്തു നിൽക്കാന്ന്. അതുകൊണ്ടല്ലേ ഞങ്ങൾ നേരത്തെ എണീറ്റത്. എണീറ്റിട്ട് എന്താ കാര്യം? കട്ടിൽ വന്ന് ഇറങ്ങിയാലല്ലേ ബാത്റൂമിലൊക്കെ പോവാൻ പറ്റിയ. അല്ലാതെ ബാത്റൂം ഇങ്ങോട്ട് വരുമോ? ഇന്ന് സ്കൂളിൽ പോവാൻ തീരെ ഒരു മൂടില്ല. ഞാൻ ഒരു വടി എടുത്ത് വരാം. എന്നിട്ട് അതുകൊണ്ട് മൂട്ടിൽ കൊന്നിട്ട് തരാം. അപ്പൊ എനിക്ക് താനെ മൂട് വരും. ഏയ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ചെറുതായിട്ട് മൂട് വരുന്നുണ്ട്. അതെന്താ, എന്റെ മൂടിന്റെ വടിമരുന്നോ? ഒക്കെ വേഗം റെഡി ആവാൻ നോക്ക്, അല്ലെങ്കിൽ അടുത്ത അടി വരും. ശരി മമ്മിജി. മമ്മി തമ്പിരാട്ടി അടുക്കളയിലേക്ക് പോയാലും ഞങ്ങള് വന്നോളാം. ഇന്ന് ഞാനാണ് ആദ്യം കുളിക്കണത്. അത് പറ്റൂല. ഒരാഴ്ച ആയിട്ട് നീ തന്നെയല്ലേ ഫസ്റ്റ് കുളിച്ചോണ്ടിരുന്നത്. പ്ലീസ്, ഇന്ന് കൂടി ഞാൻ ഫസ്റ്റ് കുളിക്കട്ടെ. നടക്കൂല എന്ന് പറഞ്ഞാ നടക്കൂല. കുറച്ച് ദിവസം ഞാൻ ഫസ്റ്റ് കുളിക്കട്ടെ. നിങ്ങളെ രണ്ടുപേരും അവിടെ ഇരുന്ന് തല്ലുടിക്കോളി. ഞാനാ ഫസ്റ്റ് കുളിക്കാൻ പോണ്. ഇവൻ നമ്മളെ പറ്റിച്ചല്ലോ. ഇവനിക്കുള്ള പടി നാളെ കൊടുക്കാം. ബാത്റൂമിൽ ഇറങ്ങ്, എന്നിട്ട് നിനക്കുള്ള ഞങ്ങൾ തരാം. അതിന് ഞാൻ പെട്ടെന്നൊന്നും ഇറങ്ങാൻ പോണെന്നില്ല. എന്നാ നിന്നെ ഞങ്ങൾ പുകച്ച് പുറത്ത് ചടിക്കും. നീരാടുവാൻ നിളയിൽ നീരാടുവാൻ. ആഹാ, എന്തൊരു സുഖം കുളിക്കാൻ. അവന്റെ ഒരു കോപ്പിലെ പാട്ട്. എടാ വേഗം ഇറങ്ങിക്കോ, ഇല്ലെങ്കിൽ ഇത് നിന്റെ അവസാനത്തെ കുളിയാക്കും ഞങ്ങള്. കുറച്ച് സമയം എടുക്കും. ഞാനൊന്ന് വിസ്തരിച്ച് കുളിക്കട്ടെ. നിന്നെ ഞങ്ങൾ വിസ്തരിപ്പിച്ചു തരാം. ഇമ്മ, ഇവന് ബാത്റൂമൊന്നും ഇറങ്ങണില്ല. അതെന്തോ ഇറങ്ങാത്തത്? അവനിക്ക് വിസ്തരിച്ച് കുളിക്കണത്രേ. അവനെ ഞാനൊന്ന് വിസ്തരിപ്പിച്ച് കുളിപ്പിച്ചു തരാം. ഞാനൊരു വടി എടുത്തിപ്പ വരാം. അയ്യോ ചതിക്കല്ലേ, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. ഒരു 5 മിനിറ്റ്. അങ്ങനെ വഴിക്ക് വാ. ഇവന്റെ കഴിഞ്ഞ ഞാനാ കുളിക്കണത്. അത് പറ്റൂല, ഞാനാ കുളിക്കണത്. എല്ലാ ദിവസവും അവസാനം കുളിക്കണത് ഞാനാ. അതുകൊണ്ട് ഇന്ന് ഞാൻ രണ്ടാമത് കുളിക്കും. അല്ല, ഞാൻ കുളിക്കും. അത് പറ്റൂല, ഞാൻ തന്നെ കുളിക്കും. എന്താ അവിടെ ഒരു അടി? കുളിയുടെ തർക്കം ഇതുവരെ കഴിഞ്ഞില്ലേ? വടിന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് അടി കൂടി അമ്മാന്റെ അടുത്ത് നിന്ന് അടി കിട്ടും. അതുകൊണ്ട് നമുക്ക് ടോസ് ഇട്ട് തീരുമാനിക്കാം. ആ, അങ്ങനെ മതി. സമയം 8 മണിയായി. വേഗം റെഡി ആവാൻ നോക്ക്. ഇന്റെ മലയാളം ബുക്ക് ആരെങ്കിലും കണ്ടോ? നിന്നെ ചോദിച്ചിട്ട് ഇതിൽ കൂടെ അങ്ങനെ പോയിന്നു. ചിരി വരുന്നില്ല. ആണോ? ഞാൻ വിചാരിച്ച ചിരി വന്നൂന്ന്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്റെ ബുക്ക് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പറ. നിന്റെ ബുക്ക് പോവാൻ ഒരു സാധ്യതയില്ല. അതെന്താ? അതിനത് ബാഗ് നടക്കാറില്ലല്ലോ. ഇന്നലെ കൊടുന്നു വെച്ച ബാഗ് ഇപ്പോഴല്ല തൊടുന്നത്. പഠിക്കാന്നുള്ള വാക്ക് നിന്റെ ഡിക്ഷണറിയിൽ ഇല്ലല്ലോ. പിന്നെ നീയല്ലേ പഠിക്കണ ഒരാള്. എന്താ അത്ര ഇളിക്ക അവിടെ ഉണ്ടായത്? എന്താ ഇവിടെ ഒരു ചർച്ച? ഇവിടെ മലയാളം ബുക്ക് കാണാനില്ലത്രേ. ഞാൻ ഇന്നലെ കൊതുകിനടിക്കാൻ ഒരു ബുക്ക് എടുത്തിരുന്നു നിന്റെ ബാഗിന്ന്. ഇന്ന് കൊതുകിനടിക്കാൻ ഇന്റെ ബുക്ക് അല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ? ഞാൻ കൊതുകിനടിക്കാൻ എടുത്തോണ്ട് ആ ബുക്ക് അങ്ങനേലൊന്ന് പുറം ലോകം കണ്ടല്ലോ. എന്നിട്ട് ആ ബുക്ക് എവിടെ? അതാ റൂമിൽ കബോർഡിലുണ്ട്. വേണമെങ്കിൽ പോയി എടുത്തോ. ബുക്ക് എടുത്തതും പോരാ, എന്നിട്ട് വലിയ ഡയലോഗും. ഇനി എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? അത് ചോദിക്കാനൊന്നുമില്ല. എന്നത്തെയും പോലെ തന്നെ ദോശ സാമ്പാറോ? വേണമെങ്കിൽ വന്ന് കഴിക്ക്. ഇങ്ങക്ക് ഈ ദോശ സാമ്പാറൊന്ന് മാറ്റി പിടിച്ചൂടെ? അതന്നെ, വല്ല പൊറോട്ടയോ പത്തിരിയോ വല്ലതും ഉണ്ടാക്കിയ പോരെ? അല്ലടാ, ഞാൻ രാവിലെ ബിരിയാണി വെച്ച് തരാം. അതായാലും മതി. വേണമെങ്കിൽ ഒന്ന് കഴിച്ചോ, അല്ലെങ്കിൽ ഞാനെടുത്ത് പൂച്ച കൊടുക്കും. ചതിക്കല്ലേ, ഞങ്ങള് കഴിച്ചോളാം. അങ്ങനെ വഴിക്ക് വാ. ദോശനും സാമ്പാറിനും കുറ്റം പറഞ്ഞിട്ട് എല്ലാരും നല്ലോണം തട്ടി വിടുണ്ടായിരുന്നല്ലോ. അത് പിന്നെ വേറൊന്നും കിട്ടാത്തോണ്ടാണ്, അല്ലാതെ ടേസ്റ്റ് ഉണ്ടായിട്ടൊന്നും അല്ല. എങ്കിൽ പിന്നെ ഞാൻ നാളെ ഒന്നും ഉണ്ടാക്കണില്ല. അയ്യോ ചതിക്കല്ലേ, ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വഴിക്ക് വാ. ഞങ്ങള് വൈകുന്നേരം വരുമ്പത്തിന്
ഭാഷയിൽ ഉണ്ടാക്കി വെക്കണേ. അതന്നെ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി വെക്കണേ. വെറൈറ്റി ആയിട്ട് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം. നിങ്ങളൊരു ഉപ്പുമാവ്. എന്തെന്റെ ഉപ്പുമാവിനൊരു കുഴപ്പം? ഉപ്പുമാവാണോ വെറൈറ്റി? അത് സ്ഥിരങ്ങൾ ഉണ്ടാക്കണല്ലേ. എന്നാ ഞാൻ വെറൈറ്റി ആയിട്ടൊരു ചക്കക്കൂട്ടൻ ഉണ്ടാക്കി വെക്കാം. ഇങ്ങക്ക് ചക്ക തിന്നാൻ മതിയാവൂല്ലേ? വെറൈറ്റി എന്ന് ഉദ്ദേശിച്ചത് ഞങ്ങള് വല്ല പഴംപൊരിയോ പരിപ്പ് വടൊക്കെയാണ്. സമൂസയോ മുട്ടബജ ഇതൊക്കെ ആയാലും കുഴപ്പമില്ല. ഞാനെന്താ ഇവിടെ ചായക്കടയാണ് നടത്തുന്നത്? ഞാൻ ഇന്റെ സൗകര്യം പോലെ എന്തേലും ഉണ്ടാക്കും. തിന്നാന്നുള്ളൊരു വിചാരമുള്ളൂ. ബസ് ഇപ്പൊ വരും, വേഗം പോവാൻ നോക്ക്. ഒറ്റില്ല, വേഗം പോകാം. ഇമ്മാക്ക് ദേഷ്യം വരുന്നുണ്ട്.